ഹലോ ഫ്രണ്ട്സ്, കാരതക്കളിക്കുള്ള ഇന്നത്തെ വിശേഷങ്ങളിലേക്ക് ഏവരും സ്വാഗതം ചെയ്യുന്നു. ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് കാണാൻ വേണ്ടി ഒരു കൂടി പറഞ്ഞുകൊണ്ട് വീഡിയോയിലേക്ക് കിടക്കുക. കാരണം നമ്മൾ ഭാസ്കരനും രാജീവിനും കൂടെ പുറത്ത് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഭാസ്കരൻ ചുമ്മാ ഓപ്പൺ ആയിട്ടുള്ള കാര്യങ്ങളെല്ലാം വായി തോന്നുന്ന എൻ്റെ മനസ്സിൽ തോന്നുന്ന കാര്യങ്ങളെല്ലാം പറയുള്ളൂ. അങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോഴത്തേക്കും ഭാസ്കരൻ പറയുന്നുണ്ട്, നിങ്ങളങ്ങനെ വന്നത് എനിക്ക് അങ്ങനെ പെട്ടെന്ന് ദഹിച്ചിട്ടില്ല. കാരണം പറഞ്ഞാൽ നിങ്ങൾ ഇത്രയും വാശിയും ദേഷ്യവും വൈരാഗ്യമൊക്കെ ഉള്ള വ്യക്തികളെ ആയിരുന്നല്ലോ. അപ്പം അത് പെട്ടെന്ന് എനിക്ക് അങ്ങോട്ടൊന്ന് ഉൾക്കൊള്ളാൻ പറ്റുന്നില്ലെന്ന് പറയുമ്പോഴത്തേ ശരിയാണ്, വാശിയും വൈരാഗ്യം ദേഷ്യമൊക്കെ എൻ്റെ മനസ്സിലുണ്ട്. പക്ഷെ എന്നിരുന്നാൽ പോലും നമുക്ക് എൻ്റെ മകളായിപ്പോൾ ഇന്ന് വന്ന് കാണാതിരിക്കാൻ പറ്റത്തില്ലല്ലോ എന്നുള്ള രീതിയിൽ പറയുന്നതാണ്. ഓ ശരിയാണല്ലേ ചോദിക്കുന്നില്ല. ഭാസ്കരൻ ചോദിക്കുമ്പോൾ സാറിന് എന്താ പരിപാടിയും ചോദിക്കുമ്പോൾ ആ ബിസിനസ്സാന്ന് പറയും. അപ്പം നിങ്ങൾക്കോ? എനിക്കും ബിസിനസ്സാണ്. ബിസിനസ് എന്ന് വെച്ചാൽ ബിസിനസ് എന്ന് പറഞ്ഞാൽ എനിക്കൊരു കാർ, അതിൽ 3 ലോറി ഉണ്ടായിരുന്നു. അതിൻ്റെ ഇന്ത്യ ഒട്ടാകെ നമുക്ക് പ്രൊഡക്റ്റ് കൊണ്ട് വിൽക്കുകയും കാര്യങ്ങളൊക്കെ ചെയ്യുന്നു. അപ്പോൾ അതൊരു ഒത്തിരി നല്ല ബിസിനസ്സൊക്കെ നല്ല ഒരുപാട് ക്യാഷ് കാര്യങ്ങളെല്ലാം എൻ്റെ ഉണ്ടായിരുന്നു. പക്ഷേ ഇതെല്ലാം കല്യാണം കഴിഞ്ഞ് കുറേ വർഷങ്ങൾ കഴിഞ്ഞപ്പോഴത്തേക്ക് എൻ്റെ ഭാര്യനെ അതുപോലെ സ്നേഹിച്ചൊരു വ്യക്തിയാണ് ഞാൻ. അങ്ങനെ ഞാൻ ഭാര്യയായിട്ട് പൊയ്ക്കൊണ്ടിരുന്നപ്പോഴത്തേക്ക് പെട്ടെന്ന് ഒരു ആക്സിഡൻ്റ് ഉണ്ടായി. ആക്സിഡൻറ്റിന് ഭാര്യ മരിച്ചപ്പോഴത്തേക്ക് പെട്ടെന്ന് കോടതി വിധിച്ചു ഇവൻ തെറ്റുകാരനാണ്. അങ്ങനെ എന്നെ ശിക്ഷിച്ചു. കുറേ വർഷം ഞാൻ കടന്നു. അത് ഞാൻ അങ്ങനെ കടന്നു കഴിയുമ്പോൾ പിന്നെ ഞാൻ അവിടുത്തെ ജയിലിൽ നിന്ന് ഇറങ്ങി വന്നിട്ട് പിന്നെ എനിക്ക് ബാലൻസ് ഉണ്ടെന്ന് ഈ 3 ലോറി മാത്രമേ. ആ ലോറിയും കൂടെ പോയി. പിന്നെ അങ്ങനെ ആ ഒരു ബിസിനസ്സൊക്കെ പൊളി ഞങ്ങൾ നിൽക്കുമായിരുന്നു. അങ്ങനെയായിരുന്നു എൻ്റെ ഒരു ബിസിനസ്സും കാര്യങ്ങളും കൊണ്ട് നടന്നതെന്ന് പറഞ്ഞു. അതിന് പിന്നെ അപ്പം വേറൊന്നുമില്ല, അതുപോലെ അന്നത്തെ കാലത്ത് ഭയങ്കര സെറ്റായിരുന്നു ഞാൻ. കാരണം എനിക്ക് ആ സമയത്തൊക്കെ എന്നെ കാണാൻ എന്നെ സുന്ദരനായിരുന്നു. കാരണം എൻ്റെ ലോറിക്കാരുടെ ഇടയിൽ അരവിന്ദ് സ്വാമിയായിരുന്നു ഞാൻ എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇതേ സമയം തന്നെ അകത്ത് നിധിയും സുഭാഷും നികേഷൊക്കെ അവരെല്ലാം സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പം പറയുക അച്ഛൻ ഇതെന്ന് ചോദിക്കുമ്പോഴത്തേക്ക് അച്ഛൻ വേണ്ട പുറത്ത്, അതായത് സാറെന്നും ചോദിക്കുമ്പോഴത്തേക്ക് അച്ഛൻ പുറത്ത് സംസാരിച്ചുകൊണ്ടിരിക്കും. ഇവിടുത്തെ അച്ഛനോട് സംസാരിച്ചുകൊണ്ടിരിക്കുന്നു. അയ്യോ അതാദ്യം നിർത്തണം എന്നൊക്കെ പറയുക. അതായത് സുഭാഷ് പറയും, മോളെ നീ വർക്കൊന്നും ചെയ്യേണ്ട, നീ അവിടെ മാറി നിൽക്കുക, കാരണം ഞാൻ വർക്ക് ചെയ്തോളാം എന്നുള്ള ഇത്. അതായത് ഉള്ളിയും സവോളയും കണ്ട് അരിഞ്ഞുകൊണ്ടിരിക്കുമ്പോഴത്തേക്ക് പറയും നീ വർക്ക് ചെയ്യണമെന്ന് പറയുമ്പോഴത്തേക്കാണ് നികേഷ് പറയുന്നത് അതാദ്യം പോയി നിർത്തുക, അല്ലെന്ന് അവിടുന്ന് കുളഭാഗം എന്നുള്ളത് പറയാം. എന്നിട്ടും അങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോഴത്തേക്ക് സുഭാഷ് പറയും ഇപ്പം ഞാൻ അങ്ങോട്ട് പോയി വിളിക്കാമെന്ന് പറഞ്ഞിട്ട് ചെല്ലുമ്പോഴത്തേക്ക് സുഭാഷ് പറഞ്ഞു സാറേ നമുക്ക് അകത്തിരിക്കാമെന്ന് പറയുമ്പോഴത്തേക്ക് വേണ്ട കുഴപ്പമില്ല ഞാൻ ഇവിടെ നിന്നുള്ള, അല്ല സാർ ഇവിടെ അത്യാവശ്യം കൊതുകും കാര്യങ്ങളൊക്കെ ഉണ്ട്, അകത്തിരിക്കാമെന്ന് പറഞ്ഞ് വിളിച്ചുകൊണ്ട് പോവാണ്. അപ്പോഴത്തേക്ക് ഭാസ്കരൻ പറയും സ്വന്തം തന്തയമ്മമാർ നോക്കുന്നില്ല, ഇപ്പം വന്ന അമ്മായിപ്പനെ ഭയങ്കര കെയറിങ് നടത്തിക്കൊണ്ടിരിക്കുക എന്നുള്ള രീതിയിൽ അവർ പറയുന്നുണ്ട്. അങ്ങനെ കുറച്ച് നേരം കഴിയുമ്പോഴത്തേക്ക് അവിടെ ഒരു കസേരയൊക്കെ എടുത്തിട്ട് കൊടുക്കുന്നു. കസേര ഇട്ട് കൊടുത്തതിന് പുറകെ ഒരു അകത്ത് പോയിട്ട് വെള്ളമൊക്കെ എടുത്തുകൊണ്ട് വന്നിട്ട് പറയാം സാർ നമുക്ക് ഫുഡ് കഴിക്കാമെന്ന് പറഞ്ഞു. ഫുഡ് കൊടുക്കുമ്പോഴത്തേക്ക് പിന്നെ അതിൻ്റെ പുറകെ നികേഷ് ഒരു ടേബിൾ എടുത്തിട്ടുണ്ട്. ഇതിൻ്റെ ടേബിൾ എന്ന് ചോദിക്കും. ഞാൻ പറഞ്ഞു അവൾ പറയാം അവളെ സുഭാഷ് പറഞ്ഞ സാറിന് ഇരുന്ന് കഴിക്കേണ്ടതെന്ന് ചോദിച്ചാൽ നിങ്ങളെങ്ങനെ കഴിക്കുന്നത് ചോദിച്ചാൽ ഞാൻ തറയിലായിരുന്നു കഴിക്കുന്നത്, അതുപോലെ മതി എനിക്ക്, അല്ലാതെ എനിക്ക് എക്സ്ട്രാ എന്നിട്ട് ഒന്നും വേണ്ട, ഇവിടെ എല്ലാം ഒരുപോലെ, എൻ്റെ മോൾ ഇവിടെ തങ്ങിയതില്ല, അതുപോലെ ഇവിടെ മാത്രം മതി എന്നുള്ള രീതിയിൽ പറഞ്ഞ് അങ്ങനെ സംസാരിച്ച് വെക്കുവാണ്. അങ്ങനെ സംസാരിച്ച് വെക്കുമ്പോഴത്തേക്ക് പെട്ടെന്ന് പായെല്ലാം വിരിച്ച് അതിൻ്റെ അകത്ത് പുള്ളി ഇരുന്ന് ഫുഡെല്ലാം വിളമ്പി ഓരോന്ന് കൊടുത്തു കഴിയുമ്പോഴത്തേക്ക് ഇത് ഭയങ്കര സാധാരണ സാധനങ്ങളാണല്ലോ എന്ന് പറഞ്ഞ് ഒരു നേരത്തെ ടെസ്റ്റ് ചെയ്ത് കഴിക്കുന്നുണ്ട്. അപ്പം ഇതെന്നെ ഇത്ര പെട്ടെന്ന് സുഭാഷ് ഉണ്ടാക്കി എന്നുള്ളപ്പോഴത്തേക്ക് നിധി പറയാം അച്ഛാ സുഭാഷേട്ട അങ്ങനെ രാവിലെ 1 മണിക്കൂർ കൊണ്ട് രാവിലത്തെ ഫുഡ് ഉച്ചയ്ക്കത്തെ എല്ലാം ഫുഡ് ഉണ്ടാക്കി വെച്ചിട്ട് അവിടെ ഫുഡ് ഉണ്ടാക്കിയെന്ന പോലുള്ളൊരു എവിഡൻസ് പോലും കാണിക്കാത്ത രീതിയിൽ അത്ര രീതിയിൽ പെർഫെക്റ്റായിട്ട് ക്ലീനായിട്ട് വെക്കുന്ന ഒരു വ്യക്തിയാണ് നമ്മൾ സുഭാഷേട്ട എത്ര എന്ന് പറഞ്ഞു. അതെങ്ങനെയാണെന്ന് പറഞ്ഞതെന്നൊക്കെ ചോദിക്കുമ്പോഴത്തേക്ക് അതൊന്നും എല്ലാവരും അനിയന്മാരുടെ എല്ലാം സഹായത്തോടെയൊക്കെയാണ് ചെയ്യുന്നതെന്നൊക്കെ പറഞ്ഞ് അങ്ങനെ അപ്പോഴത്തേക്ക് പെട്ടെന്ന് അടുത്ത സീൻ കാണിക്കുന്ന നമ്മുടെ ഒരു വണ്ടി കയറി നമ്മുടെ സുധീഷും ഹരീഷുമാണ് വരുന്നത്. 2 പേരും വന്നിട്ട് വരുമ്പോഴത്തേക്ക് നികേഷ് ഓടിപ്പോയിട്ട് പെട്ടെന്ന് നിങ്ങൾക്കൊരു ഗസ്റ്റിന് നിങ്ങൾക്കൊരു സർപ്രൈസോ എന്നാ ഒരു ഗസ്റ്റ് വന്നിട്ടുണ്ടെന്നാണ്. ഗസ്റ്റോ അത് നോക്കാമെന്ന് പറഞ്ഞ് ഗസ്റ്റിനെ പോയി വിളിക്കാൻ പോകണം. ആ ഗസ്റ്റിനെ പോയി വിളിക്കുമ്പോഴത്തേക്ക് ഗസ്റ്റ് പറയാം അല്ല ഗസ്റ്റ് എന്നല്ല, അകത്ത് കയറി വരുമ്പോഴത്തേക്ക് ഇവനെ കണ്ട് ഞെട്ടിത്തരിച്ചിരിക്കുകയാണ് 2 പേരും. അതായത് രാജീവിനെ കണ്ടിട്ട് സുഭാഷും നികേഷും ഞെട്ടിത്തരിച്ചിരിക്കുകയാണ്. എന്ത് ചെയ്യണം എങ്ങനെ ചെയ്യണമെന്ന് അറിയാത്ത രീതിയിലൊരു വല്ലാത്ത രീതിയിലൊരു അവസ്ഥയിലാണ് നമ്മുടെ സുധീഷും ഹരീഷും നിൽക്കുന്നത്. കാരണം രാവിലെ അത്രയും വലിയ രീതിയിൽ ഭീഷണിപ്പെടുത്തിയിട്ട് പോയ ഒരാളാണ്. അപ്പോഴത്തേക്ക് പിന്നെ ഇവിടെ വന്നിട്ട് വീട്ടിൽ അപ്പം ഇതെന്താ നോക്കുന്നത്, എന്നെ രാവിലെ കണ്ടിട്ട് സുഭാഷ് ചോദിക്കും ഇതെന്നാണ് നീ ഇങ്ങനെ നോക്കുന്നതെന്ന് ചോദിക്കുമ്പോഴത്തേക്ക് എന്നെ മിണ്ടാതിരിക്കുന്നതാണ്. രാവിലെ തന്നെ ഇതിൻ്റെ ഞാൻ കണ്ടിട്ടാണെങ്കിൽ മിണ്ടാതിരിക്കുമായിരുന്നു. അത്ര രീതിയിൽ
എല്ലായിടൊന്നും പറഞ്ഞില്ല എന്നാൽ രാജീവും പറയണം. അഭിനയത്തിൻ്റെ ഒരു കുലപതിയായി മാറിക്കൊണ്ടിരിക്കുകയാണ് നമ്മുടെ രാജീവ്. അങ്ങനെ വന്ന് ഇവ ഇരിക്കുന്നൊക്കെ പറഞ്ഞു, ഇരിക്കുന്നു പറഞ്ഞ് ഇരുന്ന് ഫുഡൊക്കെ കഴിക്കും. ഇവൻ നോക്കുന്നുണ്ട് അവിടെ. അപ്പോൾ കൈ കഴുകാൻ പോകുമ്പോഴത്തേക്ക് സുധീഷും ഹരീഷും സംസാരിക്കുന്നുണ്ട്. ചേട്ടൻ പറഞ്ഞ പോലെ അല്ലല്ലോ, രാവിലെ പുള്ളി ചേട്ടനെ ഭീഷണിപ്പെടുത്തി അങ്ങനെ ചെയ്ത് ഇങ്ങനെ ചെയ്യുന്നല്ല പറഞ്ഞു. ഇപ്പം അങ്ങനെ ഒന്നും അല്ലല്ലോ പുള്ളിയുടെ സ്വഭാവം എന്ന് പറഞ്ഞാൽ. അതാണ് എനിക്കൊരു പൊരുത്തം കണ്ടത്. പുള്ളി എന്തോ ഒരു ഉദ്ദേശമുണ്ട്, അതായത് ഉദ്ദേശമുണ്ടെന്ന് നമുക്കൊന്ന് മനസ്സിലാക്കണം എന്നുള്ള രീതിയിൽ അകത്ത് കയറി. പിന്നെ ഒരു ഫുഡൊക്കെ കഴിക്കുമ്പോഴത്തേക്ക് ഹരീഷിനെ തറപ്പിച്ച് സുധീഷിനെ തറപ്പിച്ച് പുള്ളി നോക്കുന്നൊക്കെ ഉണ്ട്. അപ്പം ഹരീഷ് ഇന്ന് ചിരിക്കുകയും ചെയ്യുക. ഇതിൻ്റെ ആ ഒരു അവസ്ഥ ഇത് എങ്ങോട്ടാണ് പോകുന്നതെന്ന് അറിയാത്ത രീതിയിൽ. അങ്ങനെ ഫുഡെല്ലാം കഴിഞ്ഞിട്ട് താങ്ക്സ്, വളരെ ഉപകാരം, എൻ്റെ മോൾ ഇവിടെ നല്ല ഹാപ്പി ആയിട്ടിരിക്കും ജീവിക്കുന്നതെന്ന് എനിക്ക് മനസ്സിലാവുന്നുണ്ട്, വളരെ നന്ദി, നിങ്ങൾക്ക് എല്ലാവർക്കും നിങ്ങൾ എത്ര നന്ദി പറഞ്ഞാലും മതിയാകത്തില്ല, അത്ര രീതിയിൽ എൻ്റെ മകളെ നിങ്ങൾ നോക്കുന്നുണ്ടല്ലോ എന്നൊക്കെ പറഞ്ഞു കഴിയുമ്പോഴത്തേക്ക് സന്തോഷം. ഇനി ഞാൻ രാവിലെ വരാം എന്ന് പറയാം. രാവിലെ വരാനോ? അല്ല, എനിക്കൊരു കാര്യമുണ്ട്. അതായത് എനിക്ക് സുധീഷിനും അല്ല ഈ എന്നാ നിധിനെ എനിക്കൊരു ദിവസം കൊണ്ടുവരാൻ പറ്റുമോ എന്ന് ചോദിച്ചു. നിതീഷിനെ നിധിയും സുധീഷിനെ വീട്ടിൽ കൊണ്ടുപോകാൻ പറ്റുമോ എന്ന് ചോദിക്കുമ്പോഴത്തേക്ക് അവർ പറയാം, അതിലെനിക്ക് എന്തോ ഒരു സാർ ഇതിനെ നിങ്ങൾ കളിപ്പിക്കുമോ അല്ലെങ്കിൽ ഇല്ലാതാക്കുമോ എന്നൊക്കെ ചോദിക്കുമ്പോഴത്തേക്ക് പറയുകയാണ്, നിങ്ങൾ എന്താ അങ്ങനെ വർത്തമാനം പറഞ്ഞത്? അല്ല, ഞങ്ങൾക്ക് അങ്ങനെ വിശ്വസിക്കാൻ പറ്റത്തില്ല എന്ന് പറയുമ്പോഴത്തേക്ക് സുഭാഷ് പറയുക, സാർ അങ്ങനെ നോക്കണ്ട, അച്ഛൻ അങ്ങനെയൊക്കെ പറയും, സാർ കൊണ്ടുപോകുക, അവരെയല്ല കൊണ്ടുപോകുക, കുഴപ്പമില്ലെന്ന് പറയുമ്പോഴത്തേക്ക് സുധീഷ് പറയുന്നുണ്ട്, അതെല്ലാം ഇൻ്റർവ്യൂവും കാര്യങ്ങളൊക്കെ നിധിക്ക് ഇൻ്റർവ്യൂവും കാര്യങ്ങളുണ്ട്, അപ്പം നമുക്കത് എങ്ങനെ അറ്റൻഡ് ചെയ്യാൻ പറ്റുന്നത്, അത് അവിടെ വന്നു കഴിഞ്ഞാൽ ബുദ്ധിമുട്ടല്ലേ എന്ന് പറയും. ഉടനെ പറയുമ്പോൾ അതിന് 3 മണിക്കൂർ ജേർണി അല്ലോ ഉള്ളത്, ഒരാഴ്ചത്തേക്കല്ല പോകുന്നത്. അതിപ്പം അതിൻ്റെ ഇടയ്ക്ക് ഇൻ്റർവ്യൂ ഉണ്ടെന്നുണ്ടെങ്കിൽ വന്ന് കണ്ടിട്ട് ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്തിട്ട് പൊക്കോ, വന്നിട്ട് തിരിച്ച് വരാമല്ലോ എന്നുള്ള ഇതിലൊക്കെ പറയുന്നുണ്ട്. അത് കേട്ട പാതി കേൾക്കാത്ത പാതി സുഭാഷ് പറയുന്നത്, സാർ ധൈര്യമായിട്ട് കൊണ്ടുപോകുക, കുഴപ്പമില്ലെന്നൊക്കെ പറയുന്നുണ്ട്. അപ്പം അവർക്കും നിധിക്കും സന്തോഷമാണ്. എന്നിട്ട് ഇനിയിപ്പോൾ എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല, എല്ലാവർക്കും പോകുന്നതിൻ്റെ ഒരു കാര്യത്തിൽ സന്തോഷമുണ്ട്. അത് കഴിഞ്ഞ് തിരിച്ച് നമ്മുടെ സുധീഷ് പുറത്ത് അടുക്കളമുറ്റത്തിൻ്റെ അവിടെ വന്നിട്ട് ഇങ്ങനെ ആലോചിച്ച് നിൽക്കുന്ന ഒരു സീനാണ് നമ്മൾ ലാസ്റ്റ് കാണുന്നത്. കാരണം രാവിലെ കാണിക്കുന്ന പറഞ്ഞ് 7 ദിവസത്തിൽ എൻ്റെ മോളെ ഞാൻ അവിടെ നിന്ന് കൊണ്ടുവരൂടാ, നീ നോക്കിക്കോടാ എന്ന് പറഞ്ഞ് ഒരു വെല്ലുവിളി ഉണ്ടല്ലോ, ആ വെല്ലുവിളി ഇവൻ്റെ കാതിലിങ്ങനെ ഓർത്തോണ്ടിരിക്കുന്നൊരു സീനാണ് നമ്മൾ ലാസ്റ്റായിട്ട് കാണുന്നത്. അപ്പോൾ ഇന്നത്തെ ബാലൻസ് നാളത്തെ വിശേഷം ഞങ്ങൾ വൈകിട്ടൊരു 7 മണിക്കും 8 മണിക്കും ഇടയ്ക്കായിട്ട് ഇടുന്നതാണ്. അപ്പം അത് മിസ്സാക്കരുതെന്ന് ഓർത്തിട്ട് ഒന്ന് ഓർമ്മിച്ചുകൊണ്ട് ഇന്നത്തെ വീഡിയോയിൽ നിന്ന് ഇവിടെ പറയുന്നത് സൈനിങ് ഓഫ്. താങ്ക് യു.